പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പ്രയാസമുണ്ട്. കാരണം ബഡ്ജറ്റിൽ ഇപ്പോൾ മെട്രോ എന്ന് പറയും, ഈ ലൈറ്റ് മെട്രോ എന്ന സാധനം ഇല്ല. ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് വരുന്ന ഫസ്റ്റ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ വന്നാലും ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. റീലിട്ട കാര്യങ്ങൾ വ്യവസായം വരുമോ, അല്ലെ റീലിട്ട ഇൻവെസ്റ്റർ വരുമോ? ഇൻവെസ്റ്റർ വരത്തില്ല. ശ്രീ ദിവ്യാസയർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ പോർട്ടിനും തിരുവനന്തപുരത്തിനും വേണ്ടി പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ഈ വരുമാനം വന്ന സർക്കാരിനേ ഉള്ളൂ, നാട്ടുകാർക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല. കണ്ടെയ്നർ പുറത്ത് പോയിട്ടില്ല. ആൾക്കാർ വലിയ കപ്പൽ വരുന്നു, ചെറിയ കപ്പലിലോട്ട് കണ്ടെയ്നർ പോകുന്നു, ആർക്കും ഒരു ബെനിഫിറ്റ് കിട്ടിയില്ല. തമിഴ്നാട് കണ്ടുപഠിക്കുക. അവിടെ വികസനത്തിൻ്റെ അകത്ത് അവിടുത്തെ പ്രതിപക്ഷമായാലും ശരി ഭരണപക്ഷം ഒരിക്കലും ആ സംസ്ഥാനത്തിന് ഒറ്റിക്കൊടുത്തുള്ള പരിപാടിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു ഗവൺമെൻറ് വരുമ്പം അത് ഒരു ഫോൾട്ട് ഫൈൻഡിങ് ഗവൺമെൻറ് ആവരുത്, അത് ഫാക്ട് ഫൈൻഡിങ് ആയിരിക്കണം. ഇപ്പോൾ പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പം ഇപ്പോൾ ഇരിക്കുന്ന UDF കണ്ടുപിടിച്ചിരിക്കുന്ന പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ നികത്തിയിട്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് അതേ റെയിൽവേ ട്രാക്കിന് ബ്രോഡ് ഗേജ് തന്നെ യൂസ് ചെയ്ത് അതേ സ്പീഡിൽ അദ്ദേഹം പറയുന്ന സ്പീഡാണെങ്കിൽ 55 മിനിറ്റ് കൊണ്ട് കൊച്ചി എത്താം. നമ്മൾ എല്ലാം തുടങ്ങും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മൾ തുടങ്ങിയ ഒരു സാധനമാണ് കെൽട്രോൺ. ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ആ കാലത്ത് നമ്മൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയാലും ഏത് എയർപോർട്ടിൽ പോയാലും അവിടെ ഇരിക്കുന്ന ടെലിവിഷൻ കെൽട്രോണാണ്. മാറ്റം സാറിന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക്, വ്യവസായ മേഖലയ്ക്ക് ആ ഗവൺമെൻറ് മാറ്റം, ഇടതിൽ നിന്നും വടതിലേക്കുള്ള മാറ്റം, പിണറായിയിൽ നിന്ന് സതീശനിലേക്കുള്ള മാറ്റം എവിടെ നിന്നാണോ വിസിബിൾ ആണോ? മാറ്റം എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്. അപ്പം ഏത് ഗവൺമെൻറ് വന്നാലും മാറിയേ പറ്റൂ. ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരു കാര്യം, നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് വികസനമാണ് രാഷ്ട്രീയം. അതിപ്പം UDF വന്നാലും LDF വന്നാലും BJP വന്നാലും തിരുവനന്തപുരത്തിന് എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരമാണ്. അപ്പോൾ തലസ്ഥാന നഗരത്തിന് കിട്ടേണ്ട പ്രാധാന്യവും അതിന് കൊടുക്കേണ്ട പ്രയോറിറ്റിയും വന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കുന്നുള്ളൂ. കാരണം ഇവിടെ പലപ്പോഴും കാണുന്ന കാലാകാലങ്ങൾ കാണുന്ന രാജഭരണം കഴിഞ്ഞപ്പം നമ്മൾ കഴിഞ്ഞ 70 വർഷമായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. 70 വർഷം കേരളമുണ്ടായി. പക്ഷേ 70 വർഷത്തിനകത്ത് നമ്മൾ കാണുന്നത് ഒരു ബാക്കിയുള്ള തലസ്ഥാന നഗരങ്ങളെ പോലെ തിരുവനന്തപുരം വളർന്നിട്ടില്ല. കാര്യം അതിനുള്ള ഊന്നൽ ആരും കൊടുത്തിട്ടുമില്ല, അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. കാലാകാലങ്ങളിൽ വരുന്ന ഒരു മന്ത്രിസഭയ്ക്കകത്ത് തിരുവനന്തപുരം വികസനത്തിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അതിന് പ്രത്യേകം ഒരു മന്ത്രിയെ പോലും ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. കാര്യം ഈ വരുന്ന ഓരോ കാലഘട്ടത്തിൽ വരുന്ന മുഖ്യമന്ത്രിമാർ അവരാരും തിരുവനന്തപുരത്തുള്ളവരല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന അന്നത്തെ ഒരു സാഹചര്യം വെച്ച് കേരളം ഒന്നായി വന്നപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനവും ഹൈക്കോടതി കൊച്ചിയിലേക്കും പോയി. അതിൻ്റെ ഒരു ധാരണയ്ക്കകത്താണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ തലസ്ഥാനം വന്ന ശേഷം നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിമാരും ആരൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ എല്ലാം വരുന്ന മുഖ്യമന്ത്രിമാർ പലവരും വന്നിരിക്കുന്നത് മധ്യ കേരളത്തിനായിരിക്കും, അല്ലെങ്കിൽ മലബാർ ഏരിയനായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ ഏരിയനായിരിക്കും. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പലവരും വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വരുന്ന ഒരു നമ്മൾ നോക്കുമ്പം UDFന് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള UDF വരുന്ന കാലത്തൊക്കെ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്ന എപ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാല, കാര്യം അവിടെ KM മാണി സാറ്, ആ KM മാണി സാറിൻ്റെ സ്ഥലം, കോട്ടയം, എറണാകുളം, അല്ലെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, അതാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത്. ആ UDFൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് അവരാണ്. തിരുവനന്തപുരത്ത് എല്ലാവരും ഉണ്ട്. തിരുവനന്തപുരത്ത് LDF ഉണ്ട്, UDF ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ കൂടുതലും ലീഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാ പാർട്ടിയും ലീഡറാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. LDF വന്നാലും നമ്മൾ കാണുന്നത് അവരുടെ എപ്പോഴും കാണുന്ന ലീഡർ എന്ന് പറയുന്നത് മലബാർ ഏരിയയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന പിണറായി വിജയൻ സാർ, അദ്ദേഹത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം മലബാർ ഏരിയ, പ്രത്യേകിച്ച് കണ്ണൂരാണ്, പിന്നെ അല്ലെങ്കിൽ തൃശ്ശൂരാണ്. ശരിക്കും ഈ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ട്രിവാൻഡ്രത്തെ പിന്നോട്ടടിപ്പിക്കുന്നു. വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവരാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഇവിടെ 14 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൽ 13 പേരും ജയിച്ചിരിക്കുന്ന LDF ആണ്. ഒരാളെ ഉള്ളു UDFന് ജയിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കിട്ടേണ്ട പ്രാധാന്യം കിട്ടിയിട്ടില്ല. ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ എനിക്കൊന്ന് UDF കുറച്ചുകൂടെ സീറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, LDF കിട്ടി. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന ലീഡേഴ്സ് ഇല്ല എന്നുള്ളതാണ് ബേസിക് പ്രോബ്ലം. അതായത് തലപ്പത്ത് നേതാക്കന്മാർ അവർക്ക് എല്ലാവർക്കും ഈ ഇരിക്കുന്ന UDF ആയാലും LDF ആയാലും BJP ആയാലും അവർ ആദ്യം മനസ്സിലാക്കുന്നത് കേരളം എന്ന് പറയുന്നത് തലസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയാണ്. പുതിയ നമ്മുടെ മുഖ്യമന്ത്രിയും എറണാകുളം ജില്ലക്കാരനാണ് VD സതീശൻ. അപ്പോൾ ആ ഒരു ഭയം തിരുവനന്തപുരത്തെ വീണ്ടും നെഗ്ലക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം കിട്ടാതിരിക്കാനുള്ള ഒരു ഭയമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഭയമല്ല. അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടപ്പോഴും പറഞ്ഞു,
ഈ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് പറഞ്ഞു നിങ്ങൾക്ക് തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല. കാര്യം ബഡ്ജറ്റിൻ്റെ അകത്ത് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തിരുവനന്തപുരത്ത് ഊന്നൽ കൊടുത്തുള്ള ബഡ്ജറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാറിന് ബഡ്ജറ്റ് വന്നതിന് ശേഷം അത് ഫീൽ ചെയ്തോ? അല്ല, ബഡ്ജറ്റിൽ അതുണ്ട്. ബഡ്ജറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിനകത്ത് മെട്രോ പ്രോജക്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പ്രയാസമുണ്ട്. കാരണം ബഡ്ജറ്റിൽ ഇപ്പോൾ മെട്രോ എന്ന് പറയുന്നു, ഈ ലൈറ്റ് മെട്രോ എന്ന സാധനം ഇല്ല ബഡ്ജറ്റിൽ. ലൈറ്റ് മെട്രോ ഫോർ ട്രിവാൻഡ്രം ആൻഡ് കൊച്ചിൻ, കോഴിക്കോട് പറയുന്നു. ലൈറ്റ് മെട്രോ എന്ന സാധനം ഇല്ലല്ലോ. കൊച്ചി വന്ന മെട്രോ ആണ്. അതേ മെട്രോ തന്നെ തിരുവനന്തപുരത്തും വരണം, കോഴിക്കോടും വരണം. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളിങ്ങനെ തിരക്കി നോക്കിയപ്പം അങ്ങനെ ഒരു ലൈറ്റ് മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ ഇല്ല. ആക്ച്വലി ദർ ഇസ് എ മെട്രോ. അത് മെട്രോ 100% തിരുവനന്തപുരത്തേക്കും കോഴിക്കോടിലേക്കും. നമ്മൾ കൃത്യമായിട്ടും അങ്ങനെ ഒരു മെട്രോയുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു വിശദമായൊരു ഡീറ്റെയിൽഡ് പ്ലാൻ നമുക്കുണ്ടോ? നമ്മളത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്നപ്പോഴേ അറിയിച്ചു. എത്രയോ മീറ്റിംഗ് നടന്നു. ശ്രീ ലോക്നാഥ് ബെഹ്റ ആയിരുന്നു അതിൻ്റെ കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതുമായിട്ട് പല മീറ്റിംഗ് നടത്തി. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇവരിപ്പം ഇതിൻ്റെ അകത്ത് അലൈൻമെൻ്റ് ആയാലും ശരി, ഇപ്പോൾ നമ്മൾ അലൈൻമെൻ്റ് കാര്യം എടുക്കുക, അലൈൻമെൻ്റ് ആയാലും ശരി, പലപ്പോഴും മെട്രോയുടെ ഡീറ്റെയിൽ ഡിസ്കഷൻ വരുമ്പം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മീറ്റിംഗ് നടത്തില്ല. അപ്പോൾ ചേംബറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളെ വിളിക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ വിളിക്കുകയോ ഒരു മീറ്റിംഗ് വിളിക്കാറില്ല. ഇത് ഏകദേശം ഒരു റിപ്പോർട്ട് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ആദ്യം ഒരു സൂപ്പർഫിഷ്യൽ കൺസൾട്ടൻസി നടക്കും. സൂപ്പർഫിഷ്യലായിട്ടൊരു ചർച്ച നടത്തിയിട്ട് അതിൻ്റെ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് അതിന് കൊടുത്തിരിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ സൂപ്പർഫിഷ്യലായിട്ടൊരു ചർച്ച നടത്തിയ ശേഷം കുറച്ച് കഴിയുമ്പോൾ പറയും ചർച്ച നടത്തി, ഞങ്ങൾ ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. ശരിക്കും ഇതൊരു ഇതൊരു പദ്ധതി കൊണ്ടുവരുമെന്ന് ഇങ്ങനെ കൊതിപ്പിക്കുന്നതല്ലാതെ ആത്മാർത്ഥത ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് ഓണർഷിപ്പ് ഇല്ല. ഇതിനകത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് ഏത് രീതിയിൽ നമുക്കൊരു പദ്ധതി കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഓണർഷിപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് പ്രോബ്ലം. ഇതിനെന്താണ്, ഇത് വാക്കായിട്ട് പറഞ്ഞങ്ങ് പോവുകയാണ്. അതിനെ നടത്തിപ്പിച്ച് അല്ലെങ്കിൽ നടത്തിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്, അതിന് ഒരു കുറവുണ്ട് ഇവിടെ. ഇത് ഈ സെൻറ്ററും എന്തായാലും മെട്രോ ഒക്കെ നടപ്പാക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൂടി ഇൻവോൾവ് ആവണം. അപ്പോൾ അങ്ങനെ ഈ സെൻട്രൽ സ്റ്റേറ്റ് ഒരു ക്ലാഷ് അതിനെ ബാധിക്കുന്നുണ്ട്? ഇല്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പോലും നമ്മൾ നോക്കുന്നത് നിതിൻ ഗഡ്കരി ആയാലും ശരി, ഹൈവേ അദ്ദേഹത്തിന് ഇന്ത്യ ഒട്ടാകെ ഒരു ഹൈവേ, ഏറ്റവും കൂടുതൽ ഹൈവേ ഇന്ത്യ കണക്ട് ചെയ്യുകയെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതേപോലെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിൻ്റെ അകത്തും പറയുന്ന റെയിൽവേ കണക്ടിവിറ്റി, മെട്രോ കണക്ടിവിറ്റി, എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്. ഇപ്പോഴത്തെ ബഡ്ജറ്റിലും കേന്ദ്ര ബഡ്ജറ്റിലും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ബഡ്ജറ്റാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യം കൊണ്ട് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് വരുന്ന ഫസ്റ്റ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ വന്നാലും ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഫണ്ടുണ്ട്, ഇത് മെട്രോ പദ്ധതി നടപ്പിലാക്കാനുള്ള ഫണ്ട് കിട്ടും. പക്ഷെ ആദ്യം ഭൂമി ഏറ്റെടുത്ത് കൊടുത്താലേ നമുക്ക് മെട്രോ വരും. പിണറായി വിജയനൊക്കെ എപ്പോഴും അവകാശപ്പെടുന്നത് നമ്മൾ എന്തിനേയും മറികടന്ന് പോയി ചെയ്യുന്നുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലം നടപ്പാക്കാൻ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിലേക്ക് എത്താൻ പോലും പറ്റാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഇല്ല, ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കെ-റെയിൽ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു ആശയമായിരുന്നു, നമ്മൾ ഏറ്റവും നല്ല ഐഡിയ ആണ് കെ-റെയിൽ എന്ന് പറഞ്ഞത്. അന്ന് കെ-റെയിൽ കൊണ്ടുവരുമ്പം എനിക്ക് തോന്നുന്നത് ഈ കെ-റെയിൽ പോകുന്ന റൂട്ടിലും ആ കെ-റെയിലിൻ്റെ സ്ഥലം പദ്ധതി ഏറ്റെടുക്കുന്ന സ്ഥലത്തുള്ള ആ ആൾക്കാരുടെ ഭാഗത്തിനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവരാരെയും കോൺഫിഡൻസ് എടുത്തിട്ടില്ലായിരുന്നു. ബലമായിട്ട് അങ്ങ് വന്ന് കല്ലിടാൻ തുടങ്ങി. അപ്പോൾ ഈ അടുക്കളയ്ക്കകത്ത് കൊണ്ട് കല്ലിടുക, അവർക്ക് ടോട്ടൽ ഡിസപ്പോയിൻറ്റഡ് ആയി. എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോക്രസി പോലെ, പിടിച്ച് വാശി പോലെ ഞാനിത് നടപ്പിലാക്കിയിരിക്കും. അവിടെയാണ് പറ്റിയത്. ഈ ഗെയിൽ പൈപ്പ് ലൈനും അങ്ങനെ പലതും. ഗെയിൽ പൈപ്പ് ലൈൻ അങ്ങനെ ഒരു സാധനം ശ്രീ പിണറായി വിജയൻ വിചാരിച്ചുകൊണ്ടാണ് ഗെയിൽ പൈപ്പ് ലൈൻ വന്നത്. അതാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കി NH സ്ഥലം ഏറ്റെടുത്തു. അപ്പോൾ ആ രീതിയിൽ അപ്പം അങ്ങനെ ആ അവിടെ നിൽക്കുവാണ്. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. അത് ചില സ്ഥലത്ത് ചില ജില്ലയിൽ വന്നപ്പോൾ ആ തടസ്സം വന്ന് നിന്നുപോയി. അത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇൻ്റർവെൻഷനും ആ സമയത്തിനുള്ള നല്ല വാശിയോടെയും നല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് കൊണ്ടുകൊണ്ടാണ് അത് നടപ്പിലായത്. ആ ഗെയിൽ പൈപ്പ് ലൈനും അതുപോലെ വന്നു, പിന്നെ നാഷണൽ ഹൈവേ വന്നു, അതുകൂടാതെ നമ്മുടെ ഇടമൻ പവർ കോറിഡോർ അതെല്ലാം വന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻഫീൽഡ് പ്രോജക്റ്റാണ്. ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കെ-റെയിൽ പറഞ്ഞാൽ എല്ലാ 30 മിനിറ്റും നമ്മളിവിടെ മുതൽ കാസർഗോഡ് പോകാനായിട്ട് ഒരു ട്രെയിനുണ്ട്. അത് 4 മണിക്കൂർ കൊണ്ട് ചെല്ലും, 3.5-4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. അത് നല്ലൊരു തോട്ടാണ്. എനിക്ക് തോന്നുന്നത് ആക്ച്വലി വന്ദേ ഭാരത് ആദ്യം വന്നിരുന്നെങ്കിൽ എല്ലാവരും ഇതിനെ തടസ്സം നിൽക്കില്ല.
വന്ദേ ഭാരത് ട്രാവൽ ചെയ്തപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി ഇത് നമ്മൾ പറഞ്ഞ എന്തോ ആണ്. വന്ദേ ഭാരത്തിൽ ആ സ്പീഡ് എന്തോ ആണ് ആൾക്കാർക്ക് മനസ്സിലായില്ല. വന്ദേ ഭാരത് വന്നപ്പോൾ 3 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താൻ പറ്റും രാവിലെ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴ പോവുകയാണെങ്കിൽ 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം ആൾക്കാർക്ക് ആ വന്ദേ ഭാരത് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ മോഡൽ വന്ദേ ഭാരത് ഓടുന്നത് കേരളത്തിലാണ്. അവിടെയാണ് ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോഴാണ് മനുഷ്യരുടെ ധൃതി ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ആ വന്ദേ ഭാരത് ഇത് കേരളയുടെ മുമ്പ് വന്നിരുന്നെങ്കിൽ ഈ കേരള 100% ആൾക്കാർ കേരളത്തിൽ സപ്പോർട്ട് ഒരു പുതിയ പ്രോജക്റ്റ് ഇതുപോലെ തന്നെ അതും ട്രിവാൻഡ്രത്തെ കണക്ട് ചെയ്യുന്നതാണല്ലോ, എല്ലാം ട്രിവാൻഡ്രത്തെ കണക്ട് ചെയ്യുന്നതാണ് പുതിയ സെമി ഹൈ സ്പീഡ്. അതാണോ കേരളയിലാണോ സാറിന്റെ അഭിപ്രായത്തിൽ? സെമി ഹൈ സ്പീഡ് കോറിഡോർ ഇപ്പോൾ ഇരിക്കുന്ന നിലവിലുള്ള റെയിൽവേ ട്രാക്ക് വഴി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ 3ാം പാത കൊണ്ടുവരാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം കേരളയിൽ എന്ന് പറയുന്നത് ഗ്രീൻ ഫീൽഡാണ്, മറ്റേത് റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് അതേ റെയിൽവേ ട്രാക്കിന് ബ്രോഡ് ഗേജ് തന്നെ യൂസ് ചെയ്ത് അതേ സ്പീഡിൽ അദ്ദേഹം പറയുന്ന സ്പീഡാണെങ്കിൽ 55 മിനിറ്റ് കൊണ്ട് കൊച്ചി എത്താം. ഇപ്പം ശ്രീധരൻ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതായിരിക്കും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സെമി ഹൈ സ്പീഡ് കോറിഡോർ 180 കിലോമീറ്ററാണ് വൈബിളാവും, കുറച്ചുകൂടെ വൈബിളാവും. ഇത് കുറച്ചുകൂടെ PPP മോഡലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് ചെയ്ത പോലെ ഒരു PPP. ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് നമ്മളെ പ്രവാസിയായിട്ടുള്ള സഹോദരന്മാർ അയക്കുന്ന പണം ബാങ്കിൽ കിടക്കുക, ഇവരെല്ലാം പലിശ. അതിന് പകരം ഇത് പദ്ധതിയിലോട്ട് മുടക്കിയാൽ അവർക്ക് അതിനായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ അതിനായിട്ടുള്ള റിട്ടേൺസ് കൊടുക്കാൻ പറ്റും. സർക്കാർ വേറെ എവിടെയെങ്കിലും കൊടുക്കുന്ന റിട്ടേൺസ് ഇവർ കൊടുത്താൽ പോലെ. ശരിക്കും ഈ ട്രിവാൻഡ്രത്തിൻ്റെയും ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ച് മെട്രോ റെയിൽ, അതുപോലെ ഈ സെമി ഹൈ സ്പീഡ് ഇതുപോലുള്ള പദ്ധതികളൊക്കെ ഇനി വൈകരുത്, അങ്ങനെ തന്നെയല്ലേ? ഇല്ല, വൈകാൻ പാടില്ല. കാര്യം ഏത് പദ്ധതി ഇവിടെ നമുക്ക് പറ്റുന്നത്, കേരളത്തിൽ ഏത് പദ്ധതി നമ്മളെല്ലാം തുടക്കക്കാരാണ്, നമ്മളെല്ലാം തുടങ്ങും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മൾ തുടങ്ങിയ ഒരു സാധനമാണ് നമ്മൾ കെൽട്രോൺ. ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ആ കാലത്ത് നമ്മൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയാലും ഏത് എയർപോർട്ടിൽ പോയാലും അവിടെ ഇരിക്കുന്ന ടെലിവിഷൻ കെൽട്രോണാണ്. കെൽട്രോൺ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഇറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ടെലിവിഷൻ ഇൻഡസ്ട്രി ഇലക്ട്രോണിക്. അത് കൊണ്ടുവന്ന ആളതായിരിക്കുന്നത് ശ്രീ KPP നമ്പ്യാർ. അദ്ദേഹം കൊണ്ടുവന്ന ഇലക്ട്രോണിക് റെവല്യൂഷനാണ് ഈ വന്നിരുന്ന മാറ്റം. അപ്പോൾ നമ്മൾ സസ്റ്റെയിൻ ചെയ്യത്തില്ല. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അതിന് തുടങ്ങുമ്പോൾ നമ്മൾ കോംപ്ലസൻ്റ് ആവും. സർക്കാർ കാര്യം വരുമ്പോൾ കോംപ്ലസൻ്റ് ആവും, അതങ്ങ് പോകും. അദ്ദേഹം കൊണ്ടുവന്ന ഫസ്റ്റ് IT പാർക്കാണ് ഇന്ത്യയിൽ 1990-91 കാലത്ത്. IT പാർക്ക് വന്നു. നമ്മൾ ഇന്നും 1 ലക്ഷം പേരെ കാര്യം പറയുന്നു. ബാക്കി സംസ്ഥാനത്തെല്ലാം 10, 15, 20 ലക്ഷം പേര് IT പാർക്ക് വന്നു കഴിഞ്ഞ് എത്രയോ പേര് ജോലി ചെയ്യുന്ന സ്ഥലമായി. നമ്മൾ ഇന്നും കേരളത്തിൽ ഒട്ടാകെ എടുത്താൽ പോലും 2 ലക്ഷം കൂടുതൽ. ഒരു രാഷ്ട്രീയമായ ഒരു തുടർച്ചയുടെ പ്രശ്നം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം, ഒരു കണ്ടിന്യൂഷൻ എപ്പോഴും മാറി വരിക. ഇപ്പോൾ തന്നെ ഈ കിഫ്ബി, ഇപ്പോൾ പഴയ ഗവൺമെൻറ് അവരുടെ അഭിമാന പദ്ധതിയായിട്ട് അവതരിപ്പിച്ചു. VD സതീശൻ വന്നപ്പോൾ അതിൽ പുനരാലോചന എന്ന കൺസെപ്റ്റിലാണ് പോകുന്നത്. കിഫ്ബിയെക്കുറിച്ചുള്ള സാറിൻ്റെ ധാരണ എന്താണ്? കിഫ്ബി നല്ലൊരു കോൺസെപ്റ്റാണ്, അത് യാതൊരു സംശയമില്ല. കാര്യം നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന വരുമാനം, നമ്മൾ കിട്ടുന്ന റവന്യൂ മൊത്തം 80 തൊട്ട് 90% വരെ നമ്മൾ കൊടുക്കുന്നത് ശമ്പളം, പെൻഷൻ, ബാങ്ക് പലിശ എല്ലാം കൊടുത്തു കഴിയുമ്പം നമുക്ക് ആ പടം കിട്ടുന്ന തുക വെച്ച് ഒരു വികസനം ഉണ്ടാവാൻ പറ്റില്ല. ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഫണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് ശ്രീ തോമസ് ഐസക് സാറ് വേറൊരു നമ്മൾ എന്ത് കാര്യത്തിന് നമ്മളൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഐഡിയ എടുത്ത് ചിന്തിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ഒരു തോട്ടാണ് ഈ കിഫ്ബിയുടെ ഒരു മോഡൽ. അത് നല്ലൊരു മോഡൽ. കാര്യം സർചാർജ് വാങ്ങിച്ച് സെസ് വാങ്ങിച്ച് നമ്മൾ അതിന് വരുന്ന ഫണ്ട് വെച്ചിട്ട് നമുക്ക്. പക്ഷേ കിഫ്ബി വന്നതുകൊണ്ട് എത്രയോ സ്കൂള് ഹൈടെക്കായി, എത്രയോ മേൽപ്പാലങ്ങൾ വന്നു, പല സ്ഥലത്തും അണ്ടർപാസ് വന്നു, ചില സ്ഥലത്ത് റോഡ് വന്നു. അപ്പം കിഫ്ബി എന്ന് പറഞ്ഞ മോഡൽ നല്ലൊരു മോഡൽ. പക്ഷേ ആദ്യം വിമർശിച്ച പ്രതിപക്ഷ MLA-മാർ, അന്നത്തെ പ്രതിപക്ഷ MLA-മാർ പോലും അതിനെ പ്രൈസ് ചെയ്ത് അവരുടെ മണ്ഡലങ്ങളിലും വികസനം നടപ്പാക്കാൻ ഇത് ഉപകരിച്ചു. എല്ലാവരും 140 MLA ഇവിടെ ഇരിക്കുന്ന 140 MLA-മാരും കിഫ്ബിയുടെ ബെനിഫിഷ്യറീസാണ്. കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു വിഷൻ അത് ഏത് രീതിയിലാവണമെന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ് അതിനകത്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് വെച്ചിട്ട്? ഇല്ല, കിഫ്ബി തന്നെ കിഫ്ബി ഇപ്പോൾ പകുതി വഴി കൊണ്ട് കിഫ്ബി നിർത്താൻ പറ്റില്ല. കിഫ്ബിയുടെ കീഴിൽ ഇപ്പോൾ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. പല സ്ഥലത്തും മേൽപ്പാലങ്ങൾ പണി നടക്കുന്നു, റോഡ് പണി നടക്കുന്നു. അതുകൊണ്ട് പകുതി വഴി കൊണ്ട് കിഫ്ബി നിർത്താൻ പറ്റില്ല. എന്നാൽ കിഫ്ബിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു സാധനം ഗവൺമെൻറ് കൊണ്ടുവന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് നല്ലൊരു മോഡലുണ്ടല്ലോ. ഇതിനകത്ത് നോക്കേണ്ടത് കിഫ്ബിയെ കുറച്ചുകൂടെ ഇവർ പറയുന്ന അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഒരു ഗവൺമെൻറ് വരുമ്പം അത് ഒരു ഫോൾട്ട് ഫൈൻഡിങ് ഗവൺമെൻറ് ആവരുത്, അത് ഫാക്ട് ഫൈൻഡിങ് ആയിരിക്കണം. ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഏത് സർക്കാരല്ല, ഇപ്പോൾ ഏത് കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒരു സർക്കാർ വരുമ്പം കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി സമയം കളയരുത്. നമുക്ക് ഫാക്ട് ഫൈൻഡ് കണ്ടുപിടിച്ചിട്ട്
അതിന് യാഥാർത്ഥ്യം കണ്ടുപിടിച്ചാൽ കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. ആക്ച്വലി അതൊരു ഡെവലപ്മെന്റൽ ഓറിയന്റഡ് ആവും. ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ഫാക്ട് ഫൈൻഡിങ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഈ ആൾക്കാരെ ജയിലിൽ ഇടുക, വിജിലൻസ് എൻക്വയറി നടത്തുക, പെൻഷൻ, അതൊന്നുമല്ല നമ്മുടെ ജോലി. കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോകുന്ന പാത. ഒരു ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് പറയുമ്പോൾ അവിടെ ഒരു പകപോക്കൽ രാഷ്ട്രീയമായിരിക്കരുത്, വികസനത്തിൽ ഊന്നിയ അല്ലെ പകപോക്കൽ പാറിട്ട് ഈ പകപോക്കലാണല്ലോ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. നമുക്കിവിടെ വേണ്ടി വരുന്ന ഫാക്ട് ഫൈൻഡിങ് ആണ്. ഇതിനുള്ള പോരായ്മ എന്താണ്? ഇപ്പോൾ പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പം ഇപ്പോൾ ഇരിക്കുന്ന UDF കണ്ടുപിടിച്ചിരിക്കുന്ന പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ നികത്തിയിട്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോവുക. അതെ, അവിടെ തന്നെയാണ് തീർച്ചയായിട്ടും ഇതേ വാദം നമ്മൾ ഉന്നയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അവിടെ MSC വരുന്നു, അതിനെ അന്നത്തെ മുഖ്യമന്ത്രി അവരുടെ ക്രെഡിറ്റായിട്ട് എടുത്തു. ഇന്ന് പിണറായി വിജയൻ നേരെ തിരിച്ചു പറയുന്നു. വിഴിഞ്ഞത്തെക്കുറിച്ച് നമ്മുടെ ഒരു കൺസെപ്റ്റ്, എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വികസനത്തിൻ്റെ അകത്ത് രാഷ്ട്രീയം കൊണ്ടുവരരുത്. യെസ്, തമിഴ്നാട് കണ്ടുപഠിക്കുക. അവിടെ വികസനത്തിൻ്റെ അകത്ത് അവിടുത്തെ പ്രതിപക്ഷമായാലും ശരി ഭരണപക്ഷം ഒരിക്കലും ആ സംസ്ഥാനത്തിന് ഒറ്റിക്കൊടുത്തുള്ള പരിപാടിയില്ല. കാരണം ഒരുമിച്ച് നിന്ന് കൊണ്ടുവന്നു. കാരണം അതിൻ്റെ അകത്ത് അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട മോഡൽ. ഈ MSC വന്നതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? MSC വന്ന് ഇതൊരു പുതിയ കാര്യമൊന്നുമില്ല. MSC എണ്ണൂർ പോർട്ടിൽ MSC ആണ് 49% സ്റ്റേക്ക് ഹോൾഡർ. ചെന്നൈയിൽ. എന്നിട്ടും അവിടെ ഒരു കുഴപ്പമില്ല. അവിടെ ബാക്കി കപ്പൽ വരുന്നുണ്ട്, മസ്ക് വരുന്നുണ്ട്, എല്ലാ കപ്പലും വരുന്നുണ്ടല്ലോ. കേരള സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദാനി പോർട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദാനി പോർട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇപ്പം ഈ നമ്മുടെ MSC ഷിപ്പിംഗുകാർ 1.2 ബില്യൺ എന്ന് പറഞ്ഞാൽ 13,000 കോടി രൂപ അവരുടെ സ്റ്റേക്ക് വാങ്ങിക്കുകയാണ്. അപ്പോൾ അദാനിക്ക് കിട്ടുന്ന ഈ 13,000 കോടി രൂപയും അവർ ഇനി മുടക്കാൻ പോകുന്ന രണ്ടാം ഘട്ടത്തിന് ഈ ഫണ്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ടം 2028 പൂർത്തീകരിക്കണം. അപ്പോൾ രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് ഇപ്പം തന്നെ അവർക്കിപ്പം നിലവിലുള്ളത് 1000 ചില്ലുവാനും കപ്പൽ വന്നു കഴിഞ്ഞു. 2.5 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു 18 മാസം കൊണ്ട്. പക്ഷേ ഈ വരുമാനം വന്ന സർക്കാരിനേ ഉള്ളൂ, നാട്ടുകാർക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല. കണ്ടെയ്നർ പുറത്ത് പോയിട്ടില്ല. ആൾക്കാർ വലിയ കപ്പൽ വരുന്നു, ചെറിയ കപ്പലിലോട്ട് കണ്ടെയ്നർ പോകുന്നു, നാട്ടുകാർക്കും ഒരു ബെനിഫിറ്റ് കിട്ടിയില്ല. ഇപ്പം ഇതേ മുഖ്യമന്ത്രിയായ ശേഷം ആദ്യം എടുത്ത പ്രയോറിറ്റി സമുദ്ര മിഷൻ്റെ അകത്ത് ശ്രീ VD സതീഷ് എടുത്ത ഏറ്റവും നല്ല സ്റ്റെപ്പാണ്. കാര്യം ബ്ലൂ ഇക്കണോമി ആയിരിക്കും കേരളത്തിന് ഇനി ഓൾട്ടർനേറ്റീവായിട്ട് വരാൻ പോകുന്ന വരുമാനം. അപ്പോൾ ബ്ലൂ ഇക്കണോമി വരണമെങ്കിൽ ഈ വന്ന് സമുദ്ര മിഷൻ ആക്ടിവേറ്റ് ചെയ്താൽ ഇപ്പോൾ വരാൻ പോകുന്ന കാര്യം, നമ്മൾ ഫോർ എക്സാമ്പിൾ 18-ാം തീയതി, ഈ ഓഗസ്റ്റ് 18-ാം തീയതി ആകുമ്പോൾ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യും. ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഇമ്പോർട്ട് എക്സ്പോർട്ട് കാർഗോ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കാർഗോ പുറത്തയക്കാനുള്ള കണ്ടെയ്നർ പുറത്തുനിന്നുള്ള കണ്ടെയ്നർ വന്നാൽ നമ്മൾ കണ്ടെയ്നേഴ്സ് വന്നിട്ട് നമുക്ക് സമയ ലാഭമുണ്ട്. 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ സമയം സേവ് ചെയ്യാം. അതെ, അതുകൂടാതെ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് സേവിങ്സ്, ഭയങ്കര ഫോറിൻ എക്സ്ചേഞ്ച് സേവിങ്സാണ് വരുന്നത്. അതെ. അതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനവും അനുബന്ധമായിട്ട് അവിടെയാണ് നമുക്ക് എപ്പോഴും വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മിസ് ദ ബസ് എന്ന് പറയും. നമ്മൾ എല്ലാം ചെയ്തു വെച്ചിട്ട് ബസ് മിസ് ചെയ്യും. നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ട് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പോർട്ട് താമസമുണ്ടായി 10 വർഷം. 10 വർഷം കൊണ്ട് നമുക്ക് റോഡ് പൂർത്തീകരിക്കാൻ പറ്റൂലേ? 10 വർഷം കൊണ്ട് നമുക്ക് റെയിൽവേയുടെ ട്രാക്ക് ഇടാൻ പറ്റൂലേ? അപ്പോൾ എന്നാൽ മുൻകൂട്ടി കണ്ട് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് 10 വർഷം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് റോഡ് തീർന്നേനെ. ഇപ്പോൾ നമ്മൾ റോഡിനെ പറ്റി ചിന്തിക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിലൊക്കെ വീഴ്ച പറ്റിയോ? തീർച്ചയായിട്ടും വീഴ്ച പറ്റിയിട്ടുണ്ട്. കാര്യം അതിനകത്ത് ഞാൻ കണ്ടത് ഒരു പ്രോബ്ലം, ഈ പോർട്ടിൻ്റെ നോഡൽ ഏജൻസി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡാണ്, വിസിൽ. അപ്പോൾ വിസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടറാണ്. ആ മാനേജിംഗ് ഡയറക്ടറിന് ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം പലപ്പോഴും മാറിക്കൊണ്ട് വരുന്ന ഒരു പക്ഷേ പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാനേജിംഗ് ഡയറക്ടറാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കാണുന്നത്. അത് ദിവ്യ എസ് അയ്യറാണ്. അപ്പോൾ ആ ദിവ്യ എസ് അയ്യറാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് എടുക്കേണ്ട റോള്. അപ്പം എനിക്ക് തോന്നുന്നു ദിവ്യ എസ് അയ്യർ ചെയ്യേണ്ട റോളിൻ്റെ അകത്ത് റോഡ് കണക്ടിവിറ്റി, അതുപോലെ നമ്മൾ അതിനുള്ള ക്ലോവർ ലീഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവേഴ്സ് വരുന്നത്, പിന്നെ റെയിൽവേ അണ്ടർഗ്രൗണ്ട് റെയിൽവേ പാത, ഇതിനൊക്കെ ആക്ച്വലി ഇതിൻ്റെ പുറകെ ശരിക്കും നടന്നാലേ നടക്കും. ശരിക്കും അത് വിഴിഞ്ഞത്തിനകത്ത് ഒതുങ്ങി അതിൻ്റെ ചുറ്റുവട്ടം ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച സംഭവിച്ചു ഉണ്ട്. അത് മാത്രമല്ല, വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാവണമെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരാളാണ് MD വിഴിഞ്ഞം പോർട്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് 10,000-2,000 ഏക്കർ നമുക്ക് അവിടെ കംപ്ലീറ്റ് എക്വയർ ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അത് കിൻഫ്ര തന്നെ എക്വയർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര പേർക്ക് സ്ഥലം കൊടുക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം അവരെ മാറ്റിയത് വലിയ വിവാദമായതാണ്. ശരിക്കും മാറ്റം ജസ്റ്റിഫൈഡ് ആണ്.
മാറ്റം ജസ്റ്റിഫൈഡ് ആണ്. ഏത് ഗവൺമെൻറ് വന്നാലും ഓഫീസസ് അവിടെ ഇവിടെയൊക്കെ മാറാറുണ്ട്. ഇതേ ദിവ്യ IAS അയ്യരുടെ കേസിൻ്റെ അത് നമ്മൾ കണ്ട ഒരു കാര്യം, അവിടുത്തെ ഒരു ഫോക്കസ് അവിടെ പോയി. അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ കൂടുതലും കാണുന്നത് ഒരു MDയുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ് അക്വിസിഷൻ. എത്ര ലാൻഡ് നമ്മൾ ഏറ്റവും ബലം എന്ന് പറയുന്നത് നമുക്കൊരു ഇവിടെ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയായിരുന്നു 2025. നിങ്ങളെല്ലാവരും വന്ന ഒരു കോൺക്ലേവാണ്. ഒരു കോൺക്ലേവ് നടത്തുമ്പോൾ 10-75 പേര് ഇൻവെസ്റ്റേഴ്സ് വന്നത്. ആ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നമ്മൾ പല പ്രോമിസ് കൊടുത്തു, വന്നോളൂ ഞങ്ങൾ സ്ഥലം തരും, നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പം ആ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുമ്പോൾ പറയാം ഭൂമിയില്ല, നിങ്ങൾ പാലക്കാട് പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അവർക്ക് വിഴിഞ്ഞത്ത് വരുന്ന ആൾക്കാർ വിഴിഞ്ഞത്ത് തന്നെ വേണം. ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആ ചുറ്റുവട്ടം അല്ലെങ്കിൽ അതിൻ്റെ പുറംചട്ട ഒരുക്കിയെടുക്കുന്നതിൽ കഴിഞ്ഞ ഗവൺമെൻറ് ദയനീയമായി തന്നെ പരാജയപ്പെട്ടു. അവിടെ ഇച്ചിരി അവർ മിസ് ചെയ്തു ആ ബസ്. പക്ഷേ അതിൻ്റെ പകരം എന്ത് പറ്റി, തമിഴ്നാട് ഇത് മുൻകൂട്ടി കണ്ട് നമ്മളിത് ചെയ്യുന്നില്ല. അവിടെ 5000 ഏക്കറോളം അവരെടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഒരു നോഡൽ ഏജൻസി ആയിരിക്കുമ്പം ലാൻഡ് അക്വയർ ചെയ്ത് പദ്ധതിക്ക് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്യുക, റോഡിൻ്റെ വർക്ക് സ്പീഡപ്പ് ചെയ്യുക, ഡൽഹിയിൽ പോയി കൂടെ നിന്ന് അത് വാങ്ങിക്കാം. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കൊണ്ടുവന്ന് ഇത്രയും നേരത്തെ ഇതിനെ കല്ലിട്ടിട്ട് നമ്മൾ റെയിൽ അടിപ്പാത തുടങ്ങായിരുന്നു. അതെ. ശരിക്കും ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ വിഷൻ വെച്ചിട്ട് ഈ വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സമുദ്ര മിഷൻ എല്ലാം കൂടി ചേർത്ത് സാർ എത്രത്തോളം ഹോപ്പ്ഫുൾ ആണ് ഇതിനകത്ത്? വെരി ഹോപ്പ്ഫുള്ളാണ്. കാര്യം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി ആളും കറക്റ്റാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുള്ളൂ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളും പുള്ളിക്ക് പറ്റി. പക്ഷേ ചില സ്ഥലത്ത് പുള്ളിക്ക് പറ്റിയത് വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ ചില സ്ഥലത്തൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നു. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം മേയറായിട്ട് വന്നു, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ആര്യ രാജേന്ദ്രനായിരുന്നു. നമ്മൾ പലതും ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ഡ്രോബാക്ക് സംഭവിച്ചത്? എന്തൊക്കെയാണ് മേയർ എന്ന നിലയിൽ പറ്റിയ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ശരിക്കും ട്രിവാൻഡ്രത്തെ നേരിട്ട് അറിയാലോ സാറിന്, അതുകൊണ്ട് അല്ല ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഏത് മേയറായാലും നമ്മൾ ആൾക്കാർ കേൾക്കാൻ തയ്യാറാവണം, അവർ അക്സസിബിൾ ആയിരിക്കണം, ആ സ്പോട്ടിലോട്ട് പോകണം. ഈ നമ്മൾ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇരുന്ന് അവരെ പാർട്ടിക്കാർ വന്ന് പറയുന്ന കാര്യം മാത്രം കേട്ടോണ്ടിരുന്നാൽ നടക്കത്തില്ല. നല്ല ചെറുപ്പക്കാരിയാണ്, ഓക്കെ, ഇൻഎക്സ്പീരിയൻസ് ആയിരിക്കും. ഇൻഎക്സ്പീരിയൻസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് നമ്മൾ വരുന്ന കാര്യമാണ്. ഞങ്ങളായിട്ട് ഒരു മീറ്റിംഗ് പോലും ശ്രീമതി ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടില്ല. പരാജയപ്പെട്ടു പോയത്. ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒരു കാര്യം തിരക്കിയിട്ടില്ല. ഞങ്ങൾ പോയി ഒരു ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിക്കില്ല. അത് ഈ ശ്രീമതി ദിവ്യ എസ് അയ്യർക്ക് ഡോക്ടർ ദിവ്യ എസ് അയ്യർക്ക് ഈ പ്രോബ്ലമാണ്. നമ്മൾ ഇവിടെ പല ആൾക്കാർ ഇവിടെ വരുമ്പം നമ്മൾ MD എന്ന നിലയ്ക്ക് പുള്ളിക്കാരെ വിളിക്കുമ്പം ഫോൺ എടുക്കത്തില്ല, തിരിച്ച് വിളിക്കത്തില്ല. അഥവാ നമ്മൾ തിരിച്ച് വിളിച്ചാൽ എന്തെങ്കിലും ചോദിച്ചാൽ പറയും യു ടോക്ക് ടു മൈ സെക്രട്ടറി പറയും എപ്പോൾ നമ്മൾ കാണാം. ഈ വന്നിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആരാ കാത്തിരിക്കാൻ പോകുന്നത്? നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് മുഹമ്മദ് ഹനീഷ്, അദ്ദേഹത്തിന് ഏത് സമയത്ത് വിളിച്ചാലും പാതിരാത്രി വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കും. കാര്യം അതൊരു ക്വാളിറ്റിയാണ്. ഫോൺ എടുക്കുന്നതും തിരിച്ച് കോൾ റിട്ടേൺ ചെയ്യുന്നതാണ് ഒരു വലിയ. അത് മാത്രമല്ല സാറേ, ഇപ്പോൾ സാറ് പറഞ്ഞ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളോ സ്ഥാപനമല്ല, അതൊരു സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു സ്റ്റേക്ക് ഹോൾഡർ. അതെ. അപ്പോൾ ആ സ്റ്റേക്ക് ഹോൾഡറിന് കൊടുക്കേണ്ട, നമ്മൾ പറയുന്നത് നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, നമുക്ക് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കടമയാണ്. അവർക്ക് നമുക്ക് തരേണ്ട ഒരു ഹിയറിങ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ഒരു ഫെലിസിറ്റേഷൻ. ഈ ഫെസിലിറ്റേറ്റിംഗ് ഒന്നും ചെയ്യാതെ ഫോൺ എടുക്കത്തില്ലാന്ന് പറയുമ്പോൾ തന്നെ പോയില്ലേ, തിരിച്ച് വിളിക്കത്തില്ല. പിന്നെ ഏത് സമയം നമ്മൾ നോക്കിയാലും ദിവ്യ എസ് അയ്യറിന് ഏറ്റവും താല്പര്യം റീലിടുന്നതാണ്. റീലിട്ടാൽ കാര്യങ്ങൾ വ്യവസായം വരുമോ, അല്ലെ റീലിട്ടാൽ ഇൻവെസ്റ്റർ വരുമോ? ഇൻവെസ്റ്റർ വരത്തില്ല. ഇപ്പം നമ്മൾ റീലിടുന്നത് നമുക്ക് സെൽഫ് പ്രൊമോഷനാണ്. നമുക്ക് പ്രൊമോട്ട് ചെയ്യുമ്പം ശ്രീ ദിവ്യ എസ് അയ്യർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ പോർട്ടിനും തിരുവനന്തപുരത്തിനും വേണ്ടി പ്രൊമോട്ട് ചെയ്യും. ശ്രീ ജെറോബിക് ജോർജാണ് പുതിയ ആൾ. അദ്ദേഹം നമ്മളായിട്ട് നല്ല നിരന്തരമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഞങ്ങൾ അയക്കുന്ന വാട്സാപ്പ് മെസ്സേജ് അപ്പോൾ റിപ്ലൈ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്താൽ അന്ന് വൈകിട്ട് കൊണ്ട് ഇഷ്യൂ റിസോൾവ് ചെയ്യും. പിന്നെ ഏത് കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്നതിനകത്ത് റെസ്പോൺസ് ഉണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പം കേൾക്കാൻ തയ്യാറാണ്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നു, തിരിച്ച് വിളിക്കുന്നു. അതൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പം പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് വരുമ്പം അത് ശ്രീ VD സതീഷ് വന്നുകൊണ്ടുള്ള ഡെവലപ്മെൻ്റ് അല്ല, ആ ഓഫീസർ മാറിയ കൊണ്ടാണ് ഡെവലപ്മെൻറ്റ്. ഇപ്പം ഈ പോസ്റ്റിൻ്റെ അകത്ത് വേറെ ആൾ ഇരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നേനെ. അപ്പോൾ നമുക്ക് വന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡാണ്. IAS IPS ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. ഞങ്ങളാരും സ്വന്തം കാര്യം പറയാനല്ല അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുമ്പം ആ പൊസിഷനിലെ കാര്യം പറയാൻ ചെല്ലുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവണം. പല IAS ഓഫീസ് ഇത്
ഇതൊരു മൊഡ സർവീസ് അല്ലല്ലോ, ഇത് മൊഡ കാണിക്കാനുള്ള സർവീസ് അല്ല, സിവിൽ സർവൻസ് ആണ്. അവർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് ആയിരിക്കും. ആ സർവീസ് നമ്മൾ കാണുന്ന എത്രയോ നല്ല ഓഫീസേഴ്സ് ഉണ്ട്, എത്രയോ ഓഫീസേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോലും ഫോളോ ചെയ്യുന്ന ഒരു സർവീസാണ് സിവിൽ സർവീസ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇവരൊക്കെ നമ്മൾ കാണുന്ന കാലത്ത് ഇവർ പോയി മുസൂരി പോയി ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വരുമ്പം ഈ കണ്ട ഓഫീസറിൻ്റെ സ്വഭാവത്തിൽ മാറ്റം. പിന്നെ നോക്കുമ്പോൾ കണ്ട ഒരു മൊഡ ആരാധക വൃന്ദങ്ങളാണ്. ഞാൻ പറയും ഈ സർവീസിൻ്റെ പേര് മാറ്റി ഇന്ത്യൻ മൊഡ സർവീസ് ആക്കണം പറയും, IMS. കാര്യം അതിൽ എല്ലാവരും ചേർത്ത് പറയാൻ പറ്റും. ഏറ്റവും നല്ല ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്, നല്ല ഓഫീസേഴ്സ് ബോത്ത് പോലീസിലും സിവിൽ സർവീസിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് വ്യക്തികളുണ്ട്, അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല. പബ്ലിക്കിനെ കാണുന്ന ഇത് നമ്മൾ പറയുന്ന അവർ സപ്പോസ് ബി ഗവൺമെൻറ് സർവൻസ്, നമ്മൾ പറയുന്ന ഗവൺമെൻറ് സർവൻസ് ആണ്, സിവിൽ സർവൻസ് ആണ്. ഈ സിവിൽ സർവൻസ് ആയിരിക്കുന്ന ആൾക്കാർ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടേ പറ്റൂ. ചില ഇത്മേനോ നമ്മൾ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളാവണമില്ല, അവർക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഉചിതമായി തീരുമാനം മാത്രമല്ല, നല്ല കാര്യങ്ങൾ കേൾക്കാൻ മാത്രമാണ് അവിടെ സിവിൽ സർവൻറ്റ് ഇരുന്നെങ്കിൽ പിന്നെ നാട് നന്നാവില്ല. അവർക്കെല്ലാം ഞാൻ നന്നായിരിക്കും, ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവർ നന്നാവില്ല. ഏതായാലും ഈ അഡ്മിനിസ്ട്രേഷനൊക്കെ മാറി ഭരണതലത്തിലുള്ള മാറ്റം വരുന്നു, എത്രത്തോളം ഹോപ്പ്ഫുൾ ആണ് ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ച്, വ്യവസായ സമൂഹത്തെ സംബന്ധിച്ച്? നമ്മളിപ്പോൾ എല്ലാം ഗവൺമെൻറ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, സർക്കാർ ചെയ്താലേ നടക്കും. നമ്മളെല്ലാം ഈവൻ പബ്ലിക്കും അസോസിയേഷനും ചേംബർ ഓഫ് കോമേഴ്സും അതുപോലെയുള്ള പല സംഘടനകളുമുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് വർക്ക് ചെയ്താലേ വികസനം ഉണ്ടാവുള്ളൂ. അല്ല സർക്കാർ ചെയ്തോട്ടെ, സർക്കാരിന് വിട്ടുകൊടുക്കുക, നമ്മൾ ചുമ്മാ ഇങ്ങനെ. ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ലോബികളുണ്ടോ? തീർച്ചയായിട്ടും വലിയ ലോബീസ് കാണും. കാര്യം നമ്മൾ പല കാര്യങ്ങളും നമുക്ക് സംശയമുണ്ടോ ആരെങ്കിലും ഒക്കെ? അങ്ങനെ പ്രത്യേകിച്ച് സംശയങ്ങളില്ല. പക്ഷേ തിരുവനന്തപുരത്ത് വികസിക്കാതിരിക്കാനായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരും തിരുവനന്തപുരംകാർ തന്നെ ഉണ്ട്. തൂത്തുക്കുടി, കൊച്ചി അങ്ങനെ എന്തെങ്കിലും സാധ്യത? തമിഴ്നാട്ടിൽ നമ്മളൊരു ത്രെറ്റല്ല. തമിഴ്നാടിന് ഇപ്പം നമ്മൾ ക്യാപിറ്റൽ റീജിയൻ, ഞങ്ങളിപ്പോൾ പറയുന്ന ക്യാപിറ്റൽ റീജിയൻ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി, തിരുനെൽവേലി, ഈ 5 ഡിസ്ട്രിക്ട്സാണ് നമുക്ക് തിരുവനന്തപുരത്തിന് കച്ചവടം കിട്ടുന്നത്. ലുലു മോളിലുള്ള കച്ചവടം ആയാലും ശരി, തിയേറ്ററിലെ കച്ചവടം ആയാലും ശരി, ഇവിടെ കാണുന്ന വാഹനങ്ങളെ കച്ചവടം ആയാലും ഇതെല്ലാം വരുന്നത് ഈ 5 ഡിസ്ട്രിക്ട്സാണ്. അതിന് നമുക്കൊരിക്കലും നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ലോബി ഉണ്ട്. ചോദിച്ചാൽ തിരുവനന്തപുരത്ത് എഗേൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് എഗേൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലോബി അങ്ങനെ കൊച്ചി എന്ന് പറയാൻ മതി. കാരണം കൊച്ചിയിൽ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും കാണും. കാരണം എല്ലാവരും സെൽഫ് സെൻറ്റേഡ് ആണ്. ശരിക്കും ഇതിനെ ഈ മറികടക്കാനുള്ള മാർഗം ഇപ്പോൾ സാറ് പറഞ്ഞ കണക്ക് ട്രിവാൻഡ്രത്ത് ഒരുപാട് MLA-മാരുണ്ട്, കോൺഗ്രസിന് പ്രത്യേകിച്ചും. ഈ MLA-മാരെയൊക്കെ സംയോജിപ്പിച്ചൊരു സാധ്യത അങ്ങനെയൊക്കെ ചേംബർ ഓഫ് കൊമേഴ്സ് അല്ല, നമ്മൾ അവരെല്ലാം ഒരുമിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാരും നേരത്തെ ഇരുന്ന MLA-മാരും എല്ലാവരും ഞങ്ങൾ നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധവും നമ്മൾ അവരുമായിട്ട് എല്ലാം കൈ കോർത്തുകൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. 5 വർഷത്തിന് ശേഷം വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. 100% വരും. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് വരേണ്ട ഏറ്റവും കൂടുതൽ ജോബ് എംപ്ലോയ്മെൻറ്റ് വരുന്ന ഒന്ന് ലോജിസ്റ്റിക്, ഒന്ന് IT. ഏറ്റവും കൂടുതൽ IT ബിൽഡിങ്സ് വന്നാൽ ഏറ്റവും കൂടുതൽ ജോബ് സാധ്യത കൂടുന്നു. ഞാൻ കാണാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന കാലത്ത് റിവേഴ്സ് മൈഗ്രേഷൻ വരും. നമ്മൾ കേരളം വിട്ടുപോയ കുട്ടികളൊക്കെ തിരിച്ച് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള വളർച്ച വരുവാണെങ്കിൽ ലോജിസ്റ്റിക് പാർക്കും IT പാർക്കും ഹെൽത്ത് ടൂറിസം റിലേറ്റഡ് എഡ്യൂക്കേഷൻ, ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പാസ്സായാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരും, പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസസ് വരും. അപ്പോൾ ഇതെല്ലാം വരുമ്പം ആൾക്കാർ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ, കാരണം ബാക്കിയുള്ള സിറ്റിയിൽ ഇപ്പോൾ ബാംഗ്ലൂർ പോയ ആൾക്കാർക്ക് തന്നെ അറിയാം, അവിടെ റോഡ് ബ്ലോക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, വെള്ളമില്ല, ഈ ആൾക്കാർക്ക് അവിടെയുള്ള ബുദ്ധിമുട്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങി. ഈ ബുദ്ധിമുട്ട് തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരം 30 മിനിറ്റ് സിറ്റിയാണ്, 30 മിനിറ്റ് കൊണ്ട് എല്ലായിടത്തും എത്താം. കൊച്ചിയിൽ പോലും എത്താൻ പറ്റില്ല. കാക്കനാട് ഇരിക്കുന്ന ഒരാൾ രവിപുരത്ത് വരണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണം. തിരുവനന്തപുരത്ത് നമുക്ക് ഇവിടുന്ന് മാക്സിമം കഴക്കൂട്ടത്ത് എത്താൻ 30 മിനിറ്റ് മതി. അതെ, ശരിക്കും ഈ സാധ്യതകളേറെയാണ്, ഹോപ്പ്ഫുള്ളാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ പോലെ ഇപ്പം നമ്മൾ പറയുമ്പം എല്ലാ ലൈക്ക് മൈൻഡഡ് ഓർഗനൈസേഷൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും കൈ കോർക്കുകയാണെങ്കിൽ നമുക്ക് സർക്കാരിനും കൂടെ കൈ കോർത്തുകൊണ്ട് പോകാം. അല്ല, എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രി എറണാകുളംകാരനാണ്, അപ്പോൾ എത്ര പേരെ അദ്ദേഹത്തിനെ മനസ്സിലാക്കി തിരുവനന്തപുരം സഹായിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനകത്ത് പുള്ളി ക്ലിയറായിട്ട് പറഞ്ഞു തലസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നു വികസിത് ഭാരതിനെ അവർ പറയുന്നു. വികസിത് ഭാരത് വരണമെങ്കിൽ വികസിത് ട്രിവാൻഡ്രം വരണം. വികസിത് ട്രിവാൻഡ്രം വന്നാലേ വികസിത് കേരള വരുള്ളൂ. അപ്പം ട്രിവാൻഡ്രത്തിന് ടോപ്പ് തല ഇരുന്ന സ്ഥലത്തിൽ തലസ്ഥാനമാണ്. അപ്പോൾ തലസ്ഥാനത്ത് വളർച്ച ഉണ്ടായാലേ കേരളം വളരുള്ളൂ. എന്തായാലും സാർ സന്തോഷം, നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.